ഒരു പകൽ മുഴുവൻ കേരളത്തിലെ കോൺഗ്രസിനെ മുൾമുനയിൽ നിർത്തിയ കെ സുധാകരൻ ഒടുവിൽ ശാന്തനായത് കേവലം ഒരു ഫോൺ വിളി കൊണ്ടല്ല, മറിച്ച് ഹൈക്കമാൻഡ് കൃത്യമായി മറിഞ്ഞ രാഷ്ട്രീയ തന്ത്രങ്ങൾ കൊണ്ടാണ്. 10 രാജാജി മാർഗിലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ വെച്ച് നടന്ന നിർണായക നീക്കങ്ങളാണ് സുധാകരനെ അനുനയ വഴിയിൽ എത്തിച്ചത്. എങ്ങനെയാണ് ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് സുധാകരനെ അനുനയിപ്പിച്ചത് എന്നതിന്റെ വിശദമായ 10 ഘടകങ്ങളാണ് ഇങ്ങനെ. ഉപതെരഞ്ഞെടുപ്പ് എന്ന വൻ ഭീതി. സുധാകരനെ കണ്ണൂരിൽ മത്സരിപ്പിച്ചാൽ ലോക്സഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരുമെന്നതായിരുന്നു ഹൈക്കമാൻഡ് മുന്നോട്ട് വച്ച ഒന്നാമത്തെ തടസ്സം. അനാവശ്യമായി ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് ജനങ്ങളെ വലിച്ചിഴച്ചാൽ അത് ഭരണവിരുദ്ധ വികാരത്തിന് പകരം കോൺഗ്രസ് വിരുദ്ധ വികാരമായി മാറുമെന്ന് ഖാർഗെ സുധാകരനെ ഓർമ്മിപ്പിച്ചു. ജനങ്ങൾ ഇതിനോട് പ്രതികൂലമായി പ്രതികരിച്ചാൽ അത് പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന മുന്നറിയിപ്പും നൽകി. ദേശീയ തലത്തിൽ BJPയെ നേരിടുമ്പോൾ ലോക്സഭയിൽ ഓരോ MPയുടെയും സാന്നിധ്യം കോൺഗ്രസിന് അനിവാര്യമാണ്. സിറ്റിംഗ് MPമാർ കൂട്ടത്തോടെ നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ തെറ്റായ സന്ദേശം നൽകുമെന്നും BJPക്കെതിരായ പോരാട്ടത്തിൽ സുധാകരനെ പോലൊരു കരുത്തൻ പാർലമെന്റിൽ വേണമെന്നും ഖാർഗെ വ്യക്തിപരമായി ആവശ്യപ്പെട്ടു. MPമാർ ആർക്കും ഇളവ് നൽകേണ്ടെന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിച്ചത്. സുധാകരന് മാത്രം ഇളവ് നൽകിയാൽ അത് മറ്റ് MPമാരായ അടൂർ പ്രകാശ്, MK രാഘവൻ, കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയവർക്കിടയിൽ വലിയ അമർഷമുണ്ടാക്കുമെന്ന് രാഹുൽ ചൂണ്ടിക്കാണിച്ചു. നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാകണമെന്ന രാഹുലിന്റെ നിർബന്ധത്തിന് മുന്നിൽ സുധാകരന് മറുപടി ഉണ്ടായിരുന്നില്ല. സുധാകരനെ പരിഗണിച്ചാൽ അടൂർ പ്രകാശിനെയും കോന്നിയിൽ മത്സരിപ്പിക്കേണ്ടി വരുമായിരുന്നു. ആറ്റിങ്ങലിൽ വെറും 684 വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച അടൂർ പ്രകാശ് നിയമസഭയിലേക്ക് പോയാൽ ആറ്റിങ്ങൽ ലോക്സഭാ സീറ്റ് BJPയോ CPMോ പിടിച്ചെടുക്കാനുള്ള സാധ്യത ഹൈക്കമാൻഡ് ഭയപ്പെട്ടു. 2 പ്രമുഖ ഈഴവ നേതാക്കളെയും മാറ്റി നിർത്തുക എന്ന കടുത്ത തീരുമാനം ഖാർഗെ എടുത്തത് വലിയ രാഷ്ട്രീയ റിസ്ക് ആയിരുന്നു. ശിവഗിരി മഠമടക്കമുള്ള സാമുദായിക സംഘടനകൾ സുധാകരനും അടൂർ പ്രകാശിനും വേണ്ടി സമ്മർദ്ദം ചെലുത്തിയിരുന്നു. എന്നാൽ സാമുദായിക താൽപര്യങ്ങൾക്ക് വഴങ്ങി രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കരുതെന്ന VD സതീശന്റെയും ഹൈക്കമാൻഡിന്റെയും നിലപാട് ഖാർഗെ സുധാകരനെ ബോധ്യപ്പെടുത്തി. ഇത് പാർട്ടിയുടെ മതേതര പ്രതിച്ഛായയെ ബാധിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സമ്മർദ്ദത്തിന് വഴങ്ങി സീറ്റ് നൽകിയാൽ അത് അണികൾക്കിടയിൽ അച്ചടക്കമില്ലായ്മയ്ക്ക് കാരണമാകുമെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തി. ഭീഷണിപ്പെടുത്തിയാൽ സീറ്റ് കിട്ടുമെന്ന തോന്നൽ ഉണ്ടാകുന്നത് പാർട്ടിയുടെ അടിത്തറ തകർക്കുമെന്ന് ഖാർഗെ സുധാകരനോട് തുറന്നു പറഞ്ഞു. സുധാകരനെ പോലൊരു മുതിർന്ന നേതാവ് ഇത്തരം നീക്കങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് അദ്ദേഹം പറഞ്ഞു. സുധാകരന്റെ പരാതികളും ആവശ്യങ്ങളും നേരിട്ട് കേൾക്കാൻ രാഹുൽ ഗാന്ധിയുമായും സോണിയാഗാന്ധിയുമായും പ്രത്യേകം കൂടിക്കാഴ്ചയ്ക്ക് അവസരമുണ്ടാക്കാമെന്ന് ഖാർഗെ ഉറപ്പു നൽകി. പാർട്ടിക്കുള്ളിലെ തന്റെ സ്ഥാനം ഇല്ലാതാകുമോ എന്ന സുധാകരന്റെ ഭയം ഇതോടെ ഒരു പരിധിവരെ ഇല്ലാതായി. ഖാർഗെ ഒരു വശത്ത് രാഷ്ട്രീയ കാരണങ്ങൾ നിരത്തിയപ്പോൾ മറുവശത്ത് AK ആന്റണി വൈകാരികമായ നീക്കങ്ങൾ നടത്തി. കണ്ണൂരിൽ ജീവൻ പണയപ്പെടുത്തി പാർട്ടിയെ വളർത്തിയ സുധാകരൻ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കരുത് എന്ന ആന്റണിയുടെ അഭ്യർത്ഥന സുധാകരൻ ഉൾക്കൊള്ളുകയാണ് ചെയ്തത്. സുധാകരന് ഇളവ് നൽകിയാൽ താൻ മത്സര രംഗത്ത് നിന്ന് വിട്ടുനിൽക്കുമെന്ന് VD സതീശൻ നിലപാടെടുത്തു. വിമതനായി പോയാൽ ഇതുവരെ കെട്ടിപ്പടുത്ത കണ്ണൂരിലെ കരുത്തൻ എന്ന ഇമേജ് തകരുമെന്നും MLA ആകാനുള്ള വ്യാമോഹത്തിനു വേണ്ടി പാർട്ടിയെ തകർത്തു എന്ന പഴി കേൾക്കേണ്ടി വരുമെന്നുള്ള ബോധ്യം ഖാർഗെ സുധാകരനിൽ എത്തിച്ചു.